മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കോഴിക്കോട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 15 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ബീഹാർ സ്വദേശികളായ ഫൈസാൻ അൻവാർ, ഹിമാൻ അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 28-ാം തീയതി നടന്ന കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ 28-ാം തീയതി നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ, നടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. 15 വയസ്സുകാരിയെ പിന്തുടർന്ന പ്രതികൾ അതിക്രമം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. ചെറുത്തുനിന്ന പെൺകുട്ടി നിലവിളിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണിത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഭയപ്പെടുത്തുന്ന കാഴ്ചയാണിത്. കാരണം ട്യൂഷൻ കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ പെൺകുട്ടിക്ക് നേരെ, 15-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്, ഈ പീഡന ശ്രമം ഉണ്ടാകുന്നത്. ഈ പ്രതികൾ അതിനുശേഷം എങ്ങനെയാണ് അവരെ പിടികൂടാൻ കഴിഞ്ഞത്? ഈ പതിവായി ഈ സ്ഥലത്ത് താമസിക്കുന്നവരാണോ ഈ ഇതര സംസ്ഥാനക്കാർ? ടോം, കോഴിക്കോട് ചാലപ്പുറം ഭാഗത്ത് ഈ 28-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഈ പെൺകുട്ടിയെ 2 പേർ ചേർന്ന് ലൈംഗികമായി അതിക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് കുട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇതിനുശേഷം പിന്നീട് പെൺകുട്ടി പരാതി നൽകുകയും കസബ പോലീസിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ഏതാണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ അതിക്രമം നടത്താൻ ഒരുങ്ങിയതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിനുശേഷം ഈ സ്ഥലത്ത് നിന്നും ഒരു ചെരുപ്പ് കിട്ടിയിരുന്നു. ഒരു സിമന്റ് പുരണ്ട ഒരു ചെരുപ്പാണ് പോലീസിന് കിട്ടിയത്. അതിൽ നിന്ന് തന്നെ ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഇവരെന്ന് പോലീസിന് മനസ്സിലാവുകയും ഇത്തരത്തിൽ കൂട്ടത്തോടെ ഈ അതിഥി തൊഴിലാളികൾ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർ താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പരിശോധന നടത്തിയിടത്തു നിന്നുമാണ് ഈ 2 പ്രതികളെയും കസ്റ്റഡി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം സ്കൂൾ കഴിഞ്ഞൊക്കെ വീട്ടിലോട്ട് മടങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ നഗരത്തിലൂടെ തനിച്ച് നടക്കുന്ന പെൺകുട്ടികളൊക്കെ ഇത്ര ഭീകരമായി ആക്രമിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇതിന് നേതൃത്വം നൽകുന്നു എന്ന് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനീഷ്, ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമല്ല. കാരണം നമുക്കവിടെ കാണാം, ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. നിരവധി വീടുകളുണ്ട് ഈ സ്ഥലത്ത്. അതിലൂടെയാണ് ഈ പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് നടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പല മാതാപിതാക്കളും ഇതുപോലെ അയൽക്കാരൊക്കെ സമീപ സ്ഥലങ്ങളിൽ ഉള്ളത് കൊണ്ട് രാത്രി സമയങ്ങളിൽ മക്കൾ തനിച്ച് ട്യൂഷൻ കഴിഞ്ഞൊക്കെ നടന്നു വരുന്നതിലൊന്നും അത്ര ഭയമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ, പക്ഷെ ഇന്ന് കേരളത്തിലെ സാഹചര്യങ്ങൾ മാറുന്നു. ഇതര സംസ്ഥാനക്കാർ പലയിടങ്ങളിലുമുണ്ട്. അവർ അക്രമ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ പതിവായി ഇതുപോലുള്ള ഏതെങ്കിലും അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ ഈ പ്രതികൾ? ഇവര് എന്നാണ് ഈ കോഴിക്കോട് ഉൾപ്പെടെ ഈ പ്രദേശത്ത് താമസിക്കാനായി എത്തിയത്? ഇത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർ ഈ മേഖലയിൽ തന്നെ താമസിച്ചു വരുന്നവരാണ് എന്ന് പോലീസ് പറയുന്നു. ഈ ഭജനമഠം, ഭജനകോവിൽ ഭാഗത്ത് ആ മേഖലയിൽ ഒരുപാട് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളാണ്. ഈ കോഴിക്കോട് നഗരത്തിനോട് ചേർന്നുള്ള വിവിധയിടങ്ങളിൽ നിന്നും ഈ തൊഴിലാളികളെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടത്തോടെ ആളുകളെ ശേഖരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഈ ചെരുപ്പ്, സിമന്റ് പുരണ്ട ചെരുപ്പ് ലഭിച്ചപ്പോൾ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നേരത്തെ മനസ്സിലായി. അപ്പോൾ ഈ സിമന്റ് ഇട്ട ചെരുപ്പ് ലഭിച്ചപ്പോൾ തന്നെ ഈ മേഖലയിൽ തെരഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. എന്തായാലും താരതമ്യേന സുരക്ഷിതമായ ഇടങ്ങൾ ഈ കോഴിക്കോട് നഗരത്തെയൊക്കെ പരിശോധിച്ചാൽ ഇത്തരം ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം
ഈ മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ താരതമ്യേന കുറവുണ്ടായിരുന്ന ഒരിടം ആയിരുന്നു കോഴിക്കോട് നഗരം മുൻകാലങ്ങളിൽ. പക്ഷേ ഒരു വലിയ നഗരത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും കോഴിക്കോടിന് വന്നു തുടങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാവുന്നത്. നേരത്തെ മാനാഞ്ചിറ ഭാഗത്ത് ഒരു പെൺകുട്ടിയെ യുവതിയെ ഇതുപോലെ പിന്തുടരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഭാഗങ്ങളിൽ പോലും സുരക്ഷിതമായി ആളുകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വല്ലാത്ത വർദ്ധിക്കുന്നത് ഇത്തരം നിയമലംഘനങ്ങൾ വരുവാനുള്ള കാരണവുമായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്തായാലും കൃത്യമായ ഒരു ജാഗ്രത എല്ലാ മേഖലയിൽ നിന്നും പുലർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന 15-കാരിയാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായത്. പിന്നീട് പെൺകുട്ടി ബഹളം വെച്ചതോടെ നിലവിളിച്ചത് ഓടുകയായിരുന്നു. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ, അതായത് കഴിഞ്ഞ മാസം 28-ാം തീയതി നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വരുന്നത്. പ്രതികൾ 2 പേരും പോലീസിൻ്റെ പിടിയിലുമായിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.